നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നാം വെറുതെ പോയി നോക്കരുത്. ഒരാവശ്യമില്ല. അത് നമുക്ക് നഷ്ടമേ ഉണ്ടാക്കും. ഒരു വീട്ടിലൊരു കള്ളൻ വന്നു കളവ് നടത്തി. അതിനെ പിടിക്കാൻ പോലീസ് നായയുമായി പോലീസുകാർ വന്നു. അത് കാണാൻ ഒരു അയൽവാസി പോയി നോക്കിയാൽ നായയാണ്. പോകുന്ന പോക്കിൽ ഇയാളെ ഒന്ന് മണത്ത് നോക്കിയാൽ അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങാൻ. എന്തിനാ വെറുതെ അവിടേക്ക് പോയത്? ഒരു ഫാക്ടറി പടിക്കൽ സമരം നടക്കുകയാണ്. ധാരാളം തൊഴിലാളികളുണ്ട്. ചിലപ്പോൾ അവിടെ ലാത്തി ചാർജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞപ്പോൾ കിടക്കുന്നിടത്ത് നിന്ന് കാരണവർ അത് കാണാനൊരാഗ്രഹം. കാരണവർ അത് കാണാൻ പോയി. അവിടെ ലാത്തി ചാർജ് ഉണ്ടായി. ആളുകൾ നാലുപാടും ചിതറിയോടി. പലർക്കും അടി കിട്ടി. കൂട്ടത്തിൽ ഈ കാരണവർക്കും കിട്ടിയടി. പരിക്ക് പറ്റിയവരെയൊക്കെ എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. കൂട്ടത്തിലെ കാരണവരെയും എടുത്തുകൊണ്ടുപോയി. എന്ത് കാര്യത്തിനാണ് അങ്ങോട്ട് പോയി നോക്കിയത്? നമുക്ക് ആവശ്യമില്ലാത്തിടത്തേക്ക് എന്തിനാണ് പോയി നോക്കണത്? അവിടേക്ക് നമ്മൾ പോയി നോക്കണോ? അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒരു രാമൻ നായർ ഉണ്ടായിരുന്നു. ഒരു പഴയ വീട്ടിലാണ് താമസം. ഒറ്റയ്ക്കാണ്, മറ്റാരുമില്ല. മച്ചിൻ്റെ മേലെ ഒരു പാമ്പുണ്ട്. അത് രാമൻ നായരെ കാണും, രാമൻ നായർ പാമ്പിനെയും കാണും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, ഒന്നും ചെയ്യാറില്ല രണ്ടുപേരും. രാമൻ നായർക്ക് ഒരു മരപ്പെട്ടിയുണ്ട്. ആകെയുള്ള സമ്പാദ്യങ്ങളൊക്കെ ആ പെട്ടിക്കകത്താണ് സൂക്ഷിക്കുക. അത് പറയാൻ മാത്രമൊന്നുമില്ലാത്ത പെട്ടിയാണ്. ആ പുരയിടത്തിൻ്റെ പ്രമാണം ആ പെട്ടിക്കകത്തുണ്ടാവും. പിന്നെ മരുന്നിൻ്റെ ഷീറ്റുകൾ, 2 ജോഡി ഷർട്ടുമുണ്ട്. ഇതേ ആ പെട്ടിയിലുള്ളൂ. പെട്ടിയാണെങ്കിൽ രാമൻ നായർ പൂട്ടാറുമില്ല. അതെപ്പോഴും തുറന്ന് തന്നെ കിടക്കും. രാമൻ നായർ വരും, പെട്ടിയിൽ നിന്ന് ഓരോന്നെടുക്കും, വേറൊരു പെട്ടി കൊണ്ടുവയ്ക്കും, അങ്ങനെ പോവും. വേറെ ഒന്നും ആ പെട്ടിക്കകത്തില്ല. രാമൻ നായർക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ട്. ഓരോ ഡോക്ടറെ കാണിച്ചതിൻ്റെ ഷീട്ടുകളാണ് കൊണ്ടുപോയി വയ്ക്കുന്നത്. ഈ കൊണ്ടുപോയി വയ്ക്കുന്നതും എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെ കണ്ടുകൊണ്ട് പാമ്പ് നിൽക്കുന്നത്. പാമ്പിനൊരു സംശയം, എന്താ രാമൻ നായർ ഈ പെട്ടി കൊണ്ടുവയ്ക്കുന്നത്? ഒന്ന് നോക്കണമല്ലോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ പാമ്പ് മെല്ലെ ഇറങ്ങി വന്നു. ആ പെട്ടി പരിശോധിക്കുകയാണ്. അപ്പോഴാണ് രാമൻ നായർ പെട്ടി പൂട്ടി പുറത്തേക്ക് പോയത്. രാമൻ നായർ പോകുന്ന ആശുപത്രിയിലേക്കാണ്. ഇന്നൊരു സർജറി ഉണ്ട്. ഇനി രോഗം മാറി എന്നാ വരിക എന്നറിയില്ല. ഇനി അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഈ പെട്ടി അടുത്ത കാലത്തൊന്നും തുറക്കുകയില്ല. രാമൻ നായർക്ക് അവകാശികളില്ലാത്തത് കൊണ്ട് കേസും കോടതിയൊക്കെ ആയി കഴിഞ്ഞ് എപ്പോഴാണ് ഈ പെട്ടി തുറക്കുക എന്നറിയില്ല. പാമ്പ് ആ പെട്ടിയിൽ കൊടുക്കുകയും ചെയ്തു. പാമ്പ് പെട്ടി കിടന്ന് പല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടേയിരുന്നു. അവിടെ അഹങ്കാരിയായ ഒരു എലിയിട്ട്. എലി നോക്കുമ്പോൾ രാമൻ നായർ പെട്ടി പൂട്ടിക്കിടക്കുന്നു. ഇന്ന് വരെ പൂട്ടിയിടാത്ത പെട്ടിയാണല്ലോ, പിന്നെ ഇപ്പോഴെന്തേ പൂട്ടിയിടാൻ കാരണം
അപ്പം പെട്ടിക്കകത്ത് കാര്യമായ എന്തോ ഉണ്ട്. ഈ എലി അങ്ങോട്ട് തീരുമാനിച്ചു. അഹങ്കാരിയാണ് എലി. അഹങ്കാരിയായ എലി താഴെ വന്ന് പെട്ടി തുരക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പാമ്പിന് അപ്പോൾ ഒരശ്വരീതി കേട്ടു. പാമ്പേ, നീ വിഷമിക്കണ്ട, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റുമായിട്ടൊരാൾ വരുന്നുണ്ട്. അശ്വരീതി കേട്ടപ്പോൾ പാമ്പിന് ആശ്വാസമായി. എലിയാണെങ്കിൽ കാര്യമായി തുളച്ച് അകത്തേക്ക് കൊണ്ട് കയറിയതും അത് പാമ്പിൻ്റെ വായിലേക്കാണ്. കണ്ടോ? എലി ആവശ്യമില്ലാത്തടത്തേക്ക് ഇപ്പോൾ പോയതല്ലേ തുറക്കാൻ. എലിക്ക് ഭക്ഷണമായി. നമുക്കിതിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ഒരു കാരണവശാലും നാം പോകരുത്. അതൊക്കെ നമുക്ക് ദോഷമേ ഉണ്ടാക്കും. നമ്മളെ കുട്ടികളോട്, രക്ഷിതാക്കളായാലും കുട്ടികളായാലും അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ആവശ്യമില്ലെങ്കിൽ പോകാതിരിക്കുക. അതുപോലെ തന്നെ വീട്ടിലെ സ്ത്രീകളും ആവശ്യമില്ലാത്തടത്ത് പോയി കൂട്ടുകൂടി ചീത്തപ്പേരുണ്ടാക്കാതിരിക്കുക. വെറുതെ